മക്കളെ കൊണ്ട് ചെറിയ പെട്ടിയിൽ പൈസ സൂക്ഷിച്ചു വെച്ച് ശേഷം ഒരുപാട് പൈസയാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് അവരിൽ നിന്നും അത് തട്ടിയെടുക്കുന്നത് ശരിയാണോ ഉസ്താദേ? എൻ്റെ വാപ്പ അങ്ങനെ ചെയ്തു. ചോദിച്ചിരിക്കുന്നത് മുഹ്സീന ബഷീർ, കോഴിക്കോട് നിന്നും. അവരുടെ മനസ്സിൽ സംശയം ഉണ്ടാകാനും സങ്കടം ഉണ്ടാകാനും പാടില്ല. ഇപ്പം ചെറിയൊരു ഈത്തപ്പഴം പോലും മോനെ ഇങ്ങ് വാ നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ട് നബിതങ്ങൾ ചോദിക്കുകയാണ് ഉമ്മയോട്. അവർ വരുമ്പോൾ, മകൻ വരുമ്പോൾ നിങ്ങൾ എന്താ കൊടുക്കാൻ വെച്ചിരുന്നത്? അതൊന്നുമില്ല, വെറുതെ അവനൊന്ന് വരാൻ വേണ്ടി ഞാൻ സൈക്കിൾ തരാം, മാങ്ങ തരാം, മുട്ടായി തരാം എന്നൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നബിതങ്ങൾ എതിർക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് മക്കളെ പോലും പറ്റിക്കാൻ പാടില്ല. അപ്പോൾ ഈ മക്കളെ പറ്റിക്കലുന്ന രീതിയിൽ അത് പെടൂലേ? മക്കളിങ്ങനെ ഓരോ ദിവസം ഇപ്പോൾ പെരുന്നാളിന് വാപ്പ കൊടുക്കുന്ന പൈസ, നബിദിനത്തിന് ഇക്കമാർ കൊടുക്കുന്ന പൈസ, അങ്ങനെ കൂട്ടി വെച്ച് പെട്ടി നിറഞ്ഞപ്പോൾ ഉമ്മാക്കും വാപ്പാക്കും ഒരാഗ്രഹം, അങ്ങനെയാണെങ്കിൽ കുറേ പൈസ ഉണ്ടാവൂലേ, 19,000 ഉണ്ടാവും, എന്തിനാണ് പിള്ളേരെ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന തരത്തിലേ ആ പൈസ മാതാപിതാക്കൾ ഉപയോഗിക്കാവൂ. മാതാപിതാക്കൾക്കുള്ള പൈസ തന്നെയാണ്. മക്കൾ ചെറിയ പ്രായത്തിൽ മക്കൾക്കിപ്പോൾ എന്താ പൈസ? പക്ഷേ അവരുടെ മനസ്സിന് ഒരു പോറൽ പോലും ഏൽക്കാത്ത വിധത്തിൽ വേണം മാതാപിതാക്കൾ അത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷമുണ്ടെന്ന് 2 സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോൾ മതിയാവും. അവർക്ക് 40,000 50,000 ഒന്നും അറിയില്ല. അല്ലാതെ അത് മൊത്തം ഇങ്ങോട്ട് എടുത്ത് ആ മകൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അവൻ 2 വർഷം കൊണ്ട് ഇങ്ങനെ കൂട്ടി, ഒരിക്കലും അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ട് അത് എടുക്കാൻ പാടില്ല. അവരെ സന്തോഷിപ്പിക്കണം, അവരെ പൊരുത്തം വേണം, അത് നിർബന്ധമാണ്.